ഞാൻ പറയുന്നത് സ്പീഡിൽ പറയോ? ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ. ഇനി എന്നോട് ചോദിക്കാം. കുണ്ടിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മുണ്ടിത്തള്ളയുടെ കിണ്ടി കുണ്ടിലേക്ക് പോയി. 4 വട്ടം. Favorite Tamil actor or actress? Actors. You had some original alcohol for making alcohol in that movie. Srikanth came and asked me, and eyes look very fresh. Can we mix alcohol? Actually, I said, he didn't ask me. ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഭാഗ്യയുടെ ചില വീഡിയോസ് എടുത്തിട്ട് ശരീരത്തെ പല രീതിയിലായിട്ട് വർണ്ണിക്കും, പല നല്ല കൊള്ളില്ലാത്ത പോസ്റ്റിലും കാര്യങ്ങളിലൊക്കെ കുറേ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ചേട്ടൻ കാണാറുണ്ട് അത്? ഞാൻ അല്ലാതെ നേരിട്ട് കാണാനില്ല, പിന്നെ ഇനി കണ്ടവൻ പടുത്ത ഫോട്ടോ കാണണത്. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച് സമയം സ്പെൻഡ് ചെയ്തതിന്. വീണ്ടും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കണം. ഞാൻ വീണ്ടും വരാം. അതെ കേട്ടോ, വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല, വിശേഷമാകുമ്പോൾ അറിയിച്ചാൽ മതി. നീ 2 മിനിറ്റ് സമയം എടുത്തു, ഒരു 3 റാപ്പിഡ് ഫയർ പാർവതി ബാബു നയിക്കുന്ന റാപ്പിഡ് ഫയർ, ജീവ അവതരിപ്പിക്കുന്ന ഫയർ ഡാൻസ്. കമ്മിങ് ടു ഫാദർ, എന്തൊക്കെയുണ്ട് വിശേഷം? അതല്ല ഞാൻ ചോദിച്ചു, ചേട്ടാ ഉറക്കമൊക്കെ പോന്നു? അപ്പുറത്ത് അവരുടെ ഒക്കെ ഉറക്കം പോന്നു, ഞാനിപ്പുറത്ത് ഭാര്യമായിട്ട് കിടന്ന് ഉറക്കുന്നുണ്ട്. സുഖമായിട്ട് ഉറങ്ങല്ലേ ചേച്ചിനെ കൊടുത്തിട്ട്? രാത്രി മാത്രം, കരച്ചിലാണോ? പകല് ഭയങ്കര പകല് ഞങ്ങൾ പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ക്രഷ് ആയിരുന്നു. ചേട്ടൻ സ്ഥാനത്തേക്ക് ഞാൻ മാറ്റി. കല്യാണം കഴിഞ്ഞപ്പോ ചേട്ടൻ സ്ഥാനത്തേക്ക് മാറ്റി. അതിന് മുന്നേ വരെ നീ എന്നെ വേറൊരു കണ്ണോടെയാണോ? ஃபேமிலி வந்து அச்சம் வந்து ஃபோர்ஸில் இருக்காரு. அப்போ அவரும் ஃபோர்ஸில் போகணும். எனக்கு தாற்பயம் இல்லை. அச்சம் வந்து மிலிட்ரி, பிரதர் வந்து மிலிட்ரி, நான் வந்து மிமிக்ரி. എനിക്ക് അങ്ങനെ വന്നാ മതി. അങ്ങനെ വന്നാലും ഒരു മാറ്റം ഇല്ലല്ലോ. നസ്രിയ ചേച്ചി എവിടെ ഉണ്ടെങ്കിലും നസ്രിയ എല്ലാ പടത്തിലും ഒരേപോലെയാ. ഞാനിങ്ങനെ ഞാൻ പറയൂല, ചേച്ചി ഒരെണ്ണം പറ. ഞാനേ ഒരാളുടെ അത് പറയൂല, ആര് റൂമിൽ ആരോ പോണ് കണ്ടു, പെണ്ണ്. അപ്പൊ ഞാനിങ്ങനെ കൊട്ടും ഓടും, കൊട്ടും ഓടും. അടുത്ത ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു 7 മണിക്കൂർ അവര് ഒന്നും ഞാൻ ചെയ്യാൻ സമ്മതിച്ചില്ല. എനിക്ക് എന്തൊരു സന്തോഷം. ആളാദ്യം പാന്റ് ഷർട്ടിലാ പുറത്ത് വന്ന്, പിന്നെ ടവലില് വന്നു, പിന്നെ ബാത്റൂമിൽ വന്നു, പിന്നെ അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്, മനസ്സിലാകുന്നു. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ അപ്പൊ കേറൂ നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം, നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. ഇതാണ് രണ്ടാമത്തെ അടുക്കള അല്ലെ? CCTV ഉള്ള അടുക്കള. അതെന്താ ചേട്ടാ CCTV വെച്ചേക്കണ അടുക്കള? എന്താ സംഭവം വെച്ചാൽ രാവിലെ തൊട്ട് കുറച്ച് അരമണിക്കൂറത്തേക്കാണ് അവളുടെ സീന് വെച്ചിരുന്നത്. റിസോർട്ടിന് 40 ഡയലോഗേ ഉള്ളൂ. പറഞ്ഞേ ടൈലൻഡില്ലേ അതിന്റെ വേണ്ടില്ല. ചേട്ടാ ഞാൻ ശോഭന ഉർവശി മഞ്ജു 3 പേരുടെയും വെക്കണോ?
അച്ഛന്റെ മൂന്ന് പേരുടെ ഫോട്ടോ പറഞ്ഞു. അല്ല അച്ഛന്റെ വിനീതിന്റെയും പറഞ്ഞു ഓൾറെഡി. വീട്ടുകാരുടെ അല്ല അത് സെലിബ്രിറ്റി അവരാ ശോഭന, ഉർവശി, മഞ്ജു വാര്യർ. വെറുതെ ഒരു റൗണ്ടിൽ അടി ഉണ്ടാക്കല്ലേ, ഇത് തീർത്തിട്ട് വേണം വീട്ടിൽ. ഓരോ കൂറ ചോദ്യം കൊണ്ടുവരും അവനെ. എങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണോ? രണ്ടുപേരുടെ ക്ലാസ്സിലെല്ലാരും നന്നായിട്ട് പഠിക്കും. റീ റിലീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാനായിട്ട് രമേശ് ചേട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി റീ റിലീസ് ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇതൊന്നും റിലീസ് ചെയ്തിട്ടില്ല. അത് വിശാഖ കണ്ണടാ അല്ലേ, ഇത് സ്വന്തം കണ്ണട. പക്ഷെ അപ്പോഴും നീ നിന്റെ കണ്ണട എനിക്കല്ലേ തന്നത്? അത്രേ ഉള്ളൂ. ഈ 3 പേർക്ക് അത് കൊടുക്കാൻ നിനക്ക് മനസ്സിലാവുന്നില്ല? ഇല്ല, തോന്നിയില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് ധ്യാനോട് മാത്രമാണ് ഇങ്ങനെ ഭയങ്കര ആത്മബന്ധം ഉള്ളത്. ഞാനത് എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. 3 പേരെ പറഞ്ഞു വിടട്ടെ. ഇതിന്റെ പൂജയുടെ സമയത്ത് ബേസിലേട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നത് ഇതിലത്തെ നായിക ആരാ, പുതിയ കൊച്ച, നല്ല മിടുക്കി, നല്ല പെർഫോമറാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇതിന്റെ ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷം എന്ത് തോന്നി? മാറ്റി പറയാൻ എന്റെ ഈ തൊലിക്കെട്ടി ഈ തൊലിക്കെട്ടി മാറ്റാൻ പറ്റുമോ നമുക്കിപ്പോ കാണാം. ഈ തൊലിക്കട്ടി ഇപ്പൊ മാറും. പൊളിക്കടി ഉള്ളി. കാരണം ഇവനെ 1.5 വയസ്സില് അല്ല 2.5 വയസ്സിൽ മാറ്റി കിടത്തിയതാ, ഒരു റൂമിലേക്ക് ആക്കിയതാ. അവനെ 1.5 വയസ്സിൽ മാറ്റിയതാ. ഞങ്ങളുടെ അന്ന് മുതല് ഒറ്റയ്ക്ക് കിടന്ന് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവന് 2.5 വയസ്സായപ്പോ മാറ്റി. നൈസായിട്ട്. പക്ഷെ ഞങ്ങൾക്കും ഇല്ലയുടെ ആഗ്രഹങ്ങള്. അതിനിപ്പോ എന്താ, പിന്നെ സിംഗിളാണ്. ചേച്ചിയുടെ ഇൻസ്റ്റ പേരെന്താ? മനോഹരമാകാൻ കാരണം ലൊക്കേഷനിൽ അതുപോലെ ഭയങ്കര രസമുള്ള കുറേ ഓർമ്മകൾ ഉണ്ടാവല്ലേ, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്ന 2 കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് രണ്ടും മറന്നു. ഹിറ്റാണ്. അതെനിക്കറിയാം. അതിൽ എന്റെ ഇന്റർവ്യൂവിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ഒരിക്കലുമില്ല. ഈ വലിയ ലോറിയൊക്കെ ഓടുന്നതേ അതിൽ വെച്ച് നാരങ്ങയ്ക്ക് എന്ന് പറഞ്ഞ നാരങ്ങയ്ക്ക് ഒരു അഹങ്കാരമുണ്ട്. അതുപോലെ വർഷം ശേഷം എങ്ങനെ ഈ കോവിഡിനെ എങ്ങനെയാ ചേട്ടൻ കാണുന്നത്? ആർക്കും കാണാൻ പറ്റില്ല. ഓക്കെ, ബേസിലായിട്ട് ഇനി മൂവീസ് ഒക്കെ ഡയറക്ഷനിലേക്കൊക്കെ ഇനി വരാൻ നേരത്ത് സ്വന്തം മൂവിയിൽ നസ്രിയ ചേച്ചിനെ നായികയാക്കോ? സംശയം. ഇല്ല, ആക്ച്വലി ഞാൻ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഡയറക്ട് ചെയ്യുന്ന സിനിമ. ഓക്കെ, പിന്നെ അവൻ തന്നെ ക്യാൻസൽ ചെയ്തു. വേണ്ടെന്ന് വെച്ച് എന്തുകൊണ്ടാ വേണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ആരെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം എന്നുള്ള മൂടി. ഒരു നടിയായിട്ടാണോ അതൊരു പ്രൊഡ്യൂസർ ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ? നസ്രിയായിട്ട് ഉത്തരം പറയണേ. ഇവനല്ലേ പറയണ്ടേ? പ്രൊഡ്യൂസർ. എന്തുകൊണ്ട്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല.